തിരുവനന്തപുരം RCCയിൽ ക്യാൻസർ മരുന്ന് മാറിയെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർക്കാണ് അന്വേഷണ ചുമതല. 3 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇതിലെങ്ങനെയാണ് ഈ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? അനുജ, ഒരു ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 3 ആഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകണം. നവംബർ 6-ന് മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ നേരിട്ട് ഡ്രഗ് കൺട്രോളർ നേരിട്ട് ഹാജരായി ഇതിലെന്താണ് സംഭവിച്ചത്, ഇതിൽ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ, നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് നടപടിയാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ ഈ റിപ്പോർട്ടായി സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ്. സാധാരണ ഇത്തരത്തിലൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആവശ്യം മാത്രമായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഉന്നയിക്കാറ്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഈ 3 ആഴ്ചയ്ക്കകം നിങ്ങൾ എന്ത് നടപടിയെടുത്തു ആ നടപടി വിശദമാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ RCC ഡയറക്ടറും ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. RCC ഡയറക്ടറും നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവംബർ 6-ന് 10 മണിക്ക് രാവിലെ 10 മണിക്ക് ഈ റിപ്പോർട്ടുമായി ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.